മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മനസ്സ് ശുദ്ധമായിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്, പ്രവർത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് പ്രയാസം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. ഭക്തരെ, മനുഷ്യന് പ്രതീക്ഷകൾ ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ ജീവിതം അവരെ കൊണ്ടുപോകുന്നത് അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കുമെന്ന് മാത്രം. ഭക്തരെ, യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നമ്മൾ നൽകുമ്പോൾ 10 മടങ്ങായി ലഭിക്കുന്നതാണ്. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതായിരുന്നെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാകും. ആളുകളെ അസ്വസ്ഥരാക്കുകയും നിങ്ങളെ വെറുക്കാൻ കാരണമാകുകയും ചെയ്യുന്ന തമാശകൾ ഒരിക്കലും പറയാതിരിക്കുക. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. ഭക്തരെ, ബുദ്ധിശൂന്യന്മാരുടെ കാതുകൾ എപ്പോഴും അടഞ്ഞിരിക്കും, അവരുടെ വായകൾ എപ്പോഴും തുറന്നിരിക്കും. എന്നാൽ ബുദ്ധിമാന്മാർ വായ അടച്ച് കാതുകൾ തുറന്നു വെച്ച് ഇരിക്കുന്നവരായിരിക്കും. പശ്ചാത്തപിച്ചതുകൊണ്ട് ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല. ആശങ്കപ്പെടുന്നതുകൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താനും കഴിയില്ല. അതിനാൽ വർത്തമാനകാലം ആസ്വദിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഭംഗി. ഭക്തരെ, കരയുന്നവരെ കരയിപ്പിക്കുക, ഭയപ്പെടുത്തുന്നവരെ ഭയപ്പെടുത്തുക. ഇതാണ് ലോകത്തുള്ള മനുഷ്യരുടെ രീതി. അതുകൊണ്ട് കരയാതിരിക്കുക, ആരെയും ഭയപ്പെടാതിരിക്കുക. ഇതുമാത്രമാണ് ഈ ലോകത്തിലെ മനുഷ്യരെ വിജയിക്കാനുള്ള രീതി. ഭക്തരെ, ചെറുപ്പകാലത്തിൽ മനുഷ്യൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. വൃദ്ധനാകുമ്പോൾ മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം സന്തോഷം നിലനിൽക്കുന്നത് വർത്തമാനകാലത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ഭൂതകാലത്തിലോ ഭാവിയിലോ അല്ല, വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. ഭക്തരെ, ആരുടെയും സഹായമില്ലാതെ നിങ്ങൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പഠിക്കുക. കാരണം നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി എത്ര ശക്തനാണെങ്കിലും ഒരു നാൾ ആ സഹായം ഇല്ലാതാകുന്ന ഒരു ദിവസം വരും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെയുള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതൊരു പക്ഷേ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും. നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾ കടന്നു പോകുന്ന സങ്കടത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സഹായകമാകും. ഭക്തരെ, ആരും അറിയാത്തവനെ ഈശ്വരൻ അറിയുന്നു. ആരും സഹായിക്കാത്തവനെ ഈശ്വരൻ സഹായിക്കുന്നു. ആരും പരിഗണിക്കാത്തവനെ ഈശ്വരൻ പരിഗണിക്കുന്നു. ഇന്നലകളെക്കുറിച്ചോർക്കാതെ നാളെ മികച്ചതാക്കാൻ ഇന്ന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. നല്ല ചിന്തയാൽ ഉണരുക. ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറുപുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം
എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.